Hi students, today we are going to discuss about classification of companies. Continuation. കഴിഞ്ഞ ക്ലാസ്സിൽ on the basis of incorporation എങ്ങനെയാണ് കമ്പനി ക്ലാസിഫൈ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമതായിട്ട് ഏതാ പറഞ്ഞത്? രജിസ്റ്റേർഡ് കമ്പനി, ചാർട്ടേർഡ് കമ്പനി, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, ഇങ്ങനെ മൂന്നായി തരംതിരിച്ചു. അത് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലയബിലിറ്റി. ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി കമ്പനി ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ കാറ്റഗറി. മെമ്പേഴ്സിൻ്റെ, കമ്പനിയിലെ അംഗങ്ങളുടെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ, ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? കമ്പനിയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി കമ്പനീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 വിഭാഗമായി തരംതിരിച്ചിരിക്കുന്നു ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, കമ്പനിയുടെ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി കമ്പനി മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഒന്നാമത്തേത് ഏതാണ്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. രണ്ടാമത്തേതോ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. രണ്ടാമത്തേത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മൂന്നാമത്തേതോ അൺലിമിറ്റഡ് കമ്പനീസ്. അൺലിമിറ്റഡ് കമ്പനി. അപ്പോൾ എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി കമ്പനീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, രണ്ടാമത്തേത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, മൂന്നാമത്തേത് അൺലിമിറ്റഡ് കമ്പനി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേതായിട്ട് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്പറാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനിയുടെ ബാധ്യത ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ബൈ ഷെയർസ്, ഓഹരിയുടെ അടിസ്ഥാനത്തിൽ എന്നാ പറഞ്ഞത് അല്ലേ. അപ്പോൾ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ മെമ്പറാണ്. അതായത് ബാധ്യതകൾ മെമ്പേഴ്സിൻ്റെ, കമ്പനിയിലെ മെമ്പേഴ്സ്, കമ്പനിയിലെ അംഗങ്ങളുടെ ബാധ്യത, ലയബിലിറ്റി ലിമിറ്റഡ് ആണ് ബൈ ദി മെമ്മോറാണ്ടം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബൈ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം ആ സ്ഥാപനത്തിലെ മെമ്പേഴ്സിൻ്റെ ബാധ്യത, ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ആസ് പെർ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി. ആസ് പെർ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ആ സ്ഥാപനത്തിലെ, ആ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ, അംഗങ്ങളുടെ ബാധ്യത ലിമിറ്റഡ് ആണ്, പരിമിതമാണ് എന്നാണ് പറഞ്ഞത്. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. എന്തിൻ്റെ മുകളിലാണ് എന്ന് നോക്കാം. ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ്. കമ്പനിയിലെ ഒരു മെമ്പർ, കമ്പനിയിൽ എങ്ങനെയാണ് ഒരാൾ മെമ്പർ ആവുന്നത്? സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരാൾ മെമ്പർ ആവുന്നത്? ബൈ പർച്ചേസിങ് ദി ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് കമ്പനിയിൽ ഒരാൾ മെമ്പർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഷെയർ വാങ്ങിയില്ല നമ്മൾ. ഷെയർ വാങ്ങിയപ്പോൾ എന്ത് ചെയ്യും? മുഴുവൻ പണവും ചിലപ്പോൾ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. ദ ഷെയർസ് മേ ബി നോട്ട് ഫുള്ളി പെയ്ഡ്. ഓക്കെ, ഫുള്ളി പെയ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫുള്ളി പെയ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മേ നോട്ട് ഫുള്ളി പെയ്ഡ് അല്ലേ. ഫുള്ളി പെയ്ഡ് ആവാം, അല്ലാതിരിക്കാം. മുഴുവൻ പണം കൊടുക്കാം, കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഷെയർ ഹോൾഡർ, ഒരു കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങുന്ന ആളെ പറയുന്ന പേരാണ് ഷെയർ ഹോൾഡർ അഥവാ ഓഹരി ഉടമ. ഷെയർ ഹോൾഡർ ഈസ് ദ മെമ്പർ ഓഫ് ദി കമ്പനി. ഷെയർ ഹോൾഡർ കമ്പനിയുടെ മെമ്പറാണ്. ദ മെമ്പർ ലയബിലിറ്റി, നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഒരു മെമ്പറുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. എന്തിൻ്റെ മുകളിലാണ്? ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഷെയർസ്. ഷെയർസിൻ്റെ മുകളിൽ, അതായത് ഒരു മെമ്പർ, കമ്പനിയിലെ ഷെയർ ഹോൾഡർ, ഷെയർ വാങ്ങിയ വ്യക്തി, ആ ഷെയറിൻ്റെ മുകളിൽ എന്തെങ്കിലും പണം അൺപെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, കമ്പനിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ തുകയുടെ മുകളിലുള്ള ബാധ്യതയാണ് ഇവിടെ ഉണ്ടാവുക. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് വെച്ചാൽ അതാണ്. ഓക്കെ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് വെച്ചാൽ അതാണ്. അതായത് ഒരു കമ്പനിയിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അയാൾ ഷെയർ വാങ്ങുമ്പോൾ അയാൾ ആ സ്ഥാപനത്തിലെ മെമ്പറായിട്ട് മാറി. അപ്പോൾ ആ മെമ്പറായ അയാൾക്ക് എന്ത് ചെയ്യും? അയാൾ എത്ര രൂപയുടെ ഷെയർ ആണോ വാങ്ങിയിട്ടുള്ളത് അത്ര രൂപയുടെ ബാധ്യത മാത്രമേ അയാൾക്ക് വരുന്നുള്ളൂ.
എത്ര രൂപയുടെ ഷെയർ ആണോ അയാൾ വാങ്ങിയത് അത്ര രൂപയുടെ ബാധ്യതയെ വരുന്നുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, 5000 രൂപയുടെ ഷെയർ ആണ് ഒരു കമ്പനി വാങ്ങിയത്, ഒരു വ്യക്തി വാങ്ങിയത്, ഒരു മെമ്പർ, ഒരു ഷെയർ ഹോൾഡർ വാങ്ങിയത് എന്ന് കരുതുക. ആ 5000 രൂപയുടെ ബാധ്യതയെ ആ കമ്പനിയിൽ അയാൾക്കുള്ളൂ. ആസ് പെർ ദി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. 5000 രൂപയുടെ ഓഹരിയാണ്, ഷെയർ ആണ് വാങ്ങിയതെങ്കിൽ 5000 രൂപയുടെ ബാധ്യതയേ ഉള്ളൂ. 10000 ആണെങ്കിൽ 10000 രൂപയുടെ. ഇനി ശ്രദ്ധിക്കാം, ഒരാൾ 5000 രൂപയുടെ ഷെയർ വാങ്ങി, ഫുള്ളി പെയ്ഡപ്പ് ആണ്, മുഴുവൻ പണവും കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ മെമ്പർ ഓൾറെഡി പെയ്ഡ് ഓൾ ദ എമൗണ്ട് ഓഫ് ഷെയർ, അയാൾ വാങ്ങിയ ഷെയറിന്റെ, മെമ്പർ വാങ്ങിയ ഷെയറിന്റെ മുഴുവൻ പണവും അയാൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ then no liability, no further liability on the members of the company. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ മെമ്പർക്ക് പിന്നീട് ഒരു ബാധ്യത ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും എമൗണ്ട് അയാൾ വാങ്ങിയ ഷെയറിന്റെ മുകളിൽ കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അയാൾക്ക് ബാധ്യതയുള്ളൂ. ഇവിടെ ഷെയർ വാങ്ങിയപ്പോൾ തന്നെ അതിന് മുഴുവൻ പണവും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നോ ഡ്യൂ ഓൺ ഷെയർസ് പേയ്മെന്റ്, അല്ലെ? ഷെയറിന് മുകളിൽ ഒരു പേയ്മെന്റ് കൊടുക്കാൻ ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഫർദർ ലയബിലിറ്റി മെമ്പർക്ക് ഉണ്ടാവില്ല, മുഴുവൻ പണവും കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ല, ഷെയറിന്റെ പണത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ, ഇഫ് എനി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ്, ആ ഒരു ബാധ്യത മാത്രമേ അയാൾക്ക് വരികയുള്ളൂ. 5000 രൂപയുടെ ഷെയർ വാങ്ങി, 2500 കൊടുത്തിട്ടുള്ളൂ, ബാക്കി കോൾഡ് അപ്പ് ചെയ്തിട്ടില്ല, അൺകോൾഡ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അൺകോൾഡ് ആയിട്ടുള്ള 2500 രൂപയുടെ ബാധ്യത ആർക്കുള്ളൂ? ഇവിടെ ആ മെമ്പർക്കുള്ളൂ. പിന്നെ ഇറ്റ് ക്യാൻ ബി കോൾഡ് അപ്പോൺ ഡ്യൂറിങ് ലൈഫ് ടൈം ഓർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഈ ബാക്കിയുള്ള പണം, ഷെയറിന്റെ മുകളിൽ ഒരു മെമ്പർ കൊടുക്കാനുള്ള ബാക്കിയുള്ള പണം, ഇറ്റ് ക്യാൻ ബി കോൾഡ് അപ്പ്, ആ പൈസ കമ്പനി ചോദിക്കാം. ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ലൈഫ് ടൈമിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഓർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി, കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ കമ്പനിയുടെ ലൈഫ് ടൈമിലോ ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അതായത് ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സിന്റെ ബാധ്യത അവർ വാങ്ങിയതായ ഷെയറിന്റെ മുകളിൽ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ മാത്രമാണ്, അത്ര മാത്രമാണ്. കൂടിയ ബാധ്യതയില്ല, ബാധ്യത പരിമിതമാണ്. ഷെയറിന്റെ മുകളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷെയർ എത്ര രൂപയുടെ ഷെയർ ആണോ വാങ്ങിയിട്ടുള്ളത് അത്ര മാത്രമേ ബാധ്യത ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അടുത്തത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. രണ്ടാമത്തേതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നമുക്ക് നോക്കാം. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ മെമ്മറാണ്ടം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ അംഗങ്ങളുടെ ബാധ്യത പരിമിതപ്പെടുത്തിയിരിക്കുന്നു ബൈ ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയിലെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം കമ്പനിയിലെ അംഗങ്ങളുടെ ലയബിലിറ്റി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്തിന്റെ മുകളിലാണ്? ടു സച്ച് എമൗണ്ട് ടു ബി കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദി കമ്പനി ഡ്യൂറിങ് ദി വൈൻഡിങ് അപ്പ്. കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് കമ്പനിയുടെ ആസ്തിയിലേക്ക് ഏതെങ്കിലും ഒരു മെമ്പർ ഇത്ര രൂപ കൊടുക്കാമെന്ന്, ഇത്ര ഒരു എമൗണ്ട് കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് മെമ്മറാണ്ടത്തിലെങ്കിൽ ആ തുക കൊടുക്കാൻ മാത്രമേ ഇവിടെ ബാധ്യതയുള്ളൂ. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മറാണ്ടം. മെമ്പേഴ്സിന്റെ അംഗങ്ങളുടെ ബാധ്യത പരിമിതപ്പെടുത്തിയിരിക്കുന്നു ബൈ ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ശ്രദ്ധിക്കുക, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ ഒരു മെമ്പർ കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള, കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട്, സച്ച് എമൗണ്ട്, ആ എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? മാത്രം കൊടുത്താൽ മതി. അത് ഏതിലേക്കാണ് കൊടുക്കുന്നത്? ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റിലേക്കാണ് ആ പണം കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്. അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി, ഇൻ ദി ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്, കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിലുള്ള ബാധ്യത കൊടുത്തു തീർക്കേണ്ടത്. In the event of the winding up company limited by guarantee, the members should give such amount to the company's asset. കമ്പനിയുടെ ആസ്തിയിലേക്ക് കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് മെമ്പേഴ്സ് കൊടുക്കാമെന്ന് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള ആ തുക കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത്ര മാത്രമേ ബാധ്യതയുള്ളൂ, കൂടുതൽ ബാധ്യതയില്ല. Such company may or may not have share capital. ഇത്തരത്തിലുള്ള കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. മാത്രമല്ല പ്രധാനമായിട്ടും നോൺ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇത് തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ചാരിറ്റി ക്ലബ്ബുകൾ,
ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി മൂന്നാമത്തത് അൺലിമിറ്റഡ് കമ്പനീസ് ആണ്. അൺലിമിറ്റഡ് നിശ്ചിതമാണോ? അല്ല. അനിശ്ചിതമാണ്. പരിമിതമാണോ? അല്ല. പരിമിതമല്ല, അല്ലേ? അനിശ്ചിതമായിട്ടുള്ള കമ്പനികൾ. അനിശ്ചിതം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പരിമിതികൾക്കപ്പുറത്ത്, പരിധി അപ്പുറത്ത് എന്നുള്ള അർത്ഥമാണ്, പരിധിയില്ല. നമുക്ക് നോക്കാം. എ കമ്പനി മേ നോട്ട് ഹാവിംഗ് എനി ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് അൺലിമിറ്റഡ് കമ്പനി. ഇതൊരു പ്രത്യേകതരം കമ്പനിയാണ്. ഇവിടെ പ്രത്യേകത, ഇവിടെയുള്ള ഈ സ്ഥാപനത്തിലെ മെമ്പേഴ്സിന്, ഈ സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് അവരുടെ ബാധ്യത പരിമിതമല്ല. ഒരു കമ്പനി, ആ കമ്പനിയിലുള്ള മെമ്പേഴ്സിന് അംഗങ്ങളുടെ ബാധ്യത പരിമിതമല്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ലിമിറ്റുമില്ല, ഒരു പരിധിയുമില്ല. ഒരു സ്ഥാപനത്തിലെ മെമ്പേഴ്സിന്റെ ബാധ്യതയ്ക്ക് യാതൊരുവിധ പരിധിയുമില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺലിമിറ്റഡ് കമ്പനി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് എ കമ്പനി ഹാവ് സം ഡെപ്റ്റ്, കമ്പനിക്ക് എന്തെങ്കിലും കടമുണ്ട് എങ്കിൽ ദ ലയബിലിറ്റി ഓഫ് ദി കമ്പനി, ദ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ്, മെമ്പേഴ്സിന്റെ ലയബിലിറ്റി, അവിടെ മെമ്പേഴ്സിന് ലയബിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെയൊക്കെ ലയബിലിറ്റി നിശ്ചിതമാണ്, സുനിശ്ചിതമാണ്. ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ ബാധ്യത വരുന്നുള്ളൂ മെമ്പേഴ്സിന്. പക്ഷേ ഇവിടെ കമ്പനിക്ക് എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ, ആ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യാം. എവിടേക്ക് പോകാം? അത് ടു ദ പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് മെമ്പേഴ്സ്. കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് വരെ എന്ത് ചെയ്യാം? ആ നഷ്ടം നികത്താം. അതാണ് അൺലിമിറ്റഡ് കമ്പനീസ്. അതായത് എ കമ്പനി നോട്ട് ഹാവിംഗ് എനി ലിമിറ്റ് ഓൺ ദി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, കമ്പനി മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. ഫസ്റ്റ് വൺ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. സെക്കൻഡ് വൺ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. തേർഡ് വൺ, അൺലിമിറ്റഡ് കമ്പനി. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.